ഇവിടെ ഇപ്പം 3 പ്രാവശ്യം ഈ രാഘവൻ ഇവിടെ ജയിച്ചിട്ടുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾക്കെല്ലാം ഈ മറ്റേ നരേന്ദ്രമോദിൻ്റെ ഒരു 6000 രൂപ വർഷത്തിൽ വാങ്ങുന്ന ആളാണ് ഞാൻ. ഇത്രയും വർഷം കോൺഗ്രസ് ഭരിച്ച് ഒരു 10 വയസ്സ് പോലും ഇവിടെ ആർക്കും ഒരു കുട്ടിക്കും കൊടുത്തിട്ടില്ല. അതേ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എത്രയോ അധികം ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ? അവർക്ക് ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെ എത്രയോ ആളുകൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇതേമാതിരി ഈ നരേന്ദ്രമോദിൻ്റെ 6000 വാങ്ങിച്ചു പൊട്ടിക്കുന്നത്. പിന്നെ മരുന്ന് ഇങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ. ഇവിടെ നാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കുൻപാത്ത് അവിടെ ഉണ്ട്, അവിടെ ലൈറ്റില്ല. ഈ കല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് ഉപദ്രവമാണ്. ഇപ്പോൾ റോഡ് മുറിച്ച് കാർ പാർക്കിംഗ് ഒക്കെയാണ്. ഇപ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുള്ള പരിപാടിയാണ് ഇപ്പോൾ നടത്തുന്നത് ഇവിടെയുള്ള ഭരണകർത്താക്കൾ. കോഴിക്കോട് കോന്നാട് കാമ്പ്രം ബീച്ചിൽ രാത്രി 7 മണീൻ്റെ ശേഷം പുലർച്ചെ 4 മണി വരെ ഭയങ്കര വേണ്ടാത്ത വൃത്തികേടാണ് നടത്തുന്നത്. ഇവിടെ പോലീസും ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കലില്ല. അതായത് നാട്ടുകാർക്ക് വരെ അങ്ങോട്ട് അടക്കാത്ത അവസ്ഥ. പിണ്ണും കഞ്ചാവ് NDM പല വിധങ്ങളായിട്ട് നടക്കുന്നത്. അതുകൂടാണ്ട് ഈ വരുന്ന ഫ്ലാറ്റുകളും മറ്റേ ഫ്ലാറ്റിലുള്ള ആളുകളും വണ്ടിമ വന്നിട്ട് മറ്റേ പല ഈ ചപ്പും ചവറും കൊണ്ടുകണ്ട് തട്ടാൻ ചെയ്യണം. MK രാഘവനാണ് 2019 ഇവിടെ നിന്ന് ജയിച്ച് ആകെ 800 ചില്ലാൻ വോട്ടിന് ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനോട് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഓരോ ഘട്ടത്തിലും ലീഡ് വർദ്ധിപ്പിച്ചെങ്കിലും യാതൊരു രീതിയിലുള്ളൊരു വികസനവും ഈ കോഴിക്കോടിനെ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊരു വികസനം കൊണ്ടുവന്നിട്ടില്ല. കോഴിക്കോട് നഗരം വ്യവസായവൽക്കരണത്തിൻ്റെ നഗരമാണ്. വലിയങ്ങാടി, പാളയം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വലിയങ്ങാടിയിൽ ഇപ്പോഴും പോയി കഴിഞ്ഞാൽ പഴയ രീതിയിൽ ഉഗാണ്ട കാലഘട്ടത്തിലുള്ള ഏത് രീതിയിലാണോ ചരക്ക് ഗതാഗതം നടക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇന്നും ആ വലിയങ്ങാടിയിൽ ചരക്ക് ഗതാഗതം നടക്കുന്നത്. അവിടെ ഗതാഗത കുരുക്കാണ്. ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതിന് തൊട്ട പ്രദേശത്താണ് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡുകൾ വീതി കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള യാതൊരു ഒരു നടപടിയുമൊന്നും ഉണ്ടായിട്ടില്ല. MP താമസിക്കുന്നത് സിവിൽ സ്റ്റേഷൻ്റെ അവിടെയാണ്. ആ സിവിൽ സ്റ്റേഷൻ്റെ റോഡ് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ്, ആ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് സമരത്തിലാണ്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.